ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂചി നൂലിൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓവർലോക്ക് വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഡ്രസ്സിലൊക്കെ ഓവർലോക്ക് എങ്ങനെ ചെയ്തിട്ടെടുക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിലുള്ള ഫൂട്ട് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മെഷീനിലുണ്ടാവുന്ന അത് മാറ്റിയിട്ട് നമ്മൾ ഓവർലോക്കിൻ്റെ ഫൂട്ട് വേറെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അത് നമ്മുടെ ഓവർലോക്ക് ഫൂട്ടാണ്. അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കുന്ന ഏത് ത്രെഡാണോ നമ്മൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് റെഡാണ്. അപ്പോൾ റെഡാണ് വർക്കൊക്കെ വരുന്നത്, ഗ്രീൻ സാരി ആണുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് റെഡ് ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ മുകളിലും റെഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് ഫസ്റ്റ് ഒന്നിങ്ങനെ മടക്കി പിടിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ റണ്ണിങ്ങിൽ നിന്നിട്ട് നേരെ ഓവർലോക്കിൻ്റെ ഇതിലേക്ക് മാറ്റി കൊടുക്കുക. പക്ഷേ ഇവിടുന്ന് 0 to 1 ഉള്ളിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്ത് കാണിക്കുന്നത് 1 to 2 ഉള്ളിലിട്ടിട്ടോ 1 2 ഉള്ളിലിട്ടിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മൾ സാരിയിലൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ 0 to 1 ഉള്ളിലിട്ടിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് അതുപോലെ ചെയ്തെടുക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1 to 2 ഉള്ളിലിട്ടിട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ മടക്കി പിടിക്കൊന്നും വേണ്ട. ജസ്റ്റ് അതൊരു റൗണ്ടിലാണ് ആ ഫൂട്ട് വരുന്നത്, ചെറുതായിട്ടൊരു റൗണ്ട് പിടിപ്പിച്ചിട്ട്. അപ്പം നമ്മൾ ആ ഒരു റൗണ്ടിലേക്ക് നമ്മൾ ഈ സാരിയെ ഇതുപോലെ കിട്ടും കേട്ടോ. ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ 0 to 1 ഉള്ളിലിട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാരിയെ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് പിടിച്ചു കൊടുത്തിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഇതേ കണ്ടില്ലേ, ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് മറ്റു ഭാഗവും അതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 1 2 ഉള്ളിലിട്ടിട്ട് ചെയ്തതാണ്. ഇനി ഞാൻ 0 to 1 ഉള്ളിലിട്ടിട്ട് ചെയ്തൊരു പിക്ക് കാണിക്കാം. ഇതുപോലെ കിട്ടും കേട്ടോ. ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.